നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ഒരു ബോഡിയിൽ എങ്ങനെയാണ് നടക്കുക, ഈ സറൗണ്ടിങ്സിലൊക്കെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു പാർട്സ് ഓഫ് എ ബോഡി. ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു പാർട്സ് ഓഫ് എ ബോഡി. അതെപ്പോഴും നടക്കുകയെന്ന് വെച്ചാൽ അവർ തമ്മിൽ എന്തായിരിക്കണം, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ കൂടുതൽ ഹീറ്റ് വേണം, അതുപോലെ ഈ ബി എന്നുള്ള ബോഡിയിൽ കുറവ് ഹീറ്റ് വേണം. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കല്ലേ പോവുക. അപ്പോൾ അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ബോഡികൾക്കിടയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോൾ അവരുടെ ഇടയിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. കൺവെക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്റ്റീവ് മോഷൻ ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ആക്റ്റീവ് മോഷൻ കാരണം നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺവെക്ഷന് എക്സാമ്പിളാണ് നമ്മുടെ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ പറയുന്നത്. അവിടെ ഇപ്പോൾ സീ ബ്രീസിലാണെങ്കിൽ എന്ത് ചെയ്യും, ഡേ ടൈമിൽ കോൾഡ് എയർ സീ ലെവലിൻ്റെ മുകളിലുള്ള കോൾഡ് എയർ ലാൻഡിലോട്ട് ഫ്ലോ ചെയ്യും. അതാണ് ഒരു ആക്റ്റീവ് മോഷൻ, മാറ്ററിൻ്റെ ആക്റ്റീവ് മോഷൻ, എയർ എന്നുള്ള ഒരു മാറ്ററിൻ്റെ ആക്റ്റീവ് മോഷൻ കാരണം. അപ്പോൾ ഈ ലാൻഡ് ബ്രീസ്, സീ ബ്രീസൊക്കെ എന്താണ്, സീ ബ്രീസൊക്കെ ഈ കൺവെക്ഷന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ത്, റേഡിയേഷൻ. ഈ റേഡിയേഷൻ നടക്കാൻ പ്രത്യേകിച്ച് മീഡിയം ഒന്നും വേണ്ട, നോ മീഡിയം റിക്വയർഡ്. അത്തരത്തിലുള്ള മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അൾട്രാ വയലറ്റ് റേസ്, സൂര്യനുള്ള വിസിബിൾ ലൈറ്റ്, ഇതിനൊന്നും പ്രത്യേകിച്ച് മീഡിയം വേണ്ടല്ലോ, അതെല്ലായിടത്തൂടെയും ട്രാവൽ ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് മീഡിയം ഒന്നും ആവശ്യമില്ലാണ്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇതൊക്കെ റേഡിയേഷന് എക്സാമ്പിളാണ്. നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലോട്ട് ഹീറ്റ് എത്താൻ കാരണം റേഡിയേഷനാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സീ ബ്രീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സീ ബ്രീസ് എന്താണ്, ഈ ഡേ ടൈമിൽ ലാൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവും. പക്ഷേ സീയിലുള്ള വാട്ടർ എന്ത് ചെയ്യുള്ളൂ, പതുക്കെ ചൂടാവുള്ളൂ. അതിന് കാരണം വാട്ടറിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡിന് മുകളിലുള്ള എയർ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂട് പിടിക്കും, വാട്ടർ പതുക്കെ ചൂട് പിടിക്കുള്ളൂ. അപ്പോൾ ഈ ചൂടായ ഹീറ്റ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്തിട്ട് റൈസ് ചെയ്ത് പോകും, ഉയർന്നു പോകും. അപ്പോൾ ആ സമയത്ത് സീൻ്റെ സർഫസിന് മുകളിലുള്ള തണുത്ത കാറ്റ് എന്ത് ചെയ്യും, ലാൻഡിലോട്ട് വീശും. ഇതാണ് എന്ത്, സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസ് എപ്പോഴാണ് നടക്കുക, ലാൻഡ് ബ്രീസ് നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യുക, അപ്പോഴാണ് ലാൻഡ് ബ്രീസ് നടക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ലാൻഡിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് പോകും. അതായത് നേരെ ഇരുട്ടുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ലാൻഡിലുള്ള ഹീറ്റ് പെട്ടെന്ന് പോകാൻ തുടങ്ങും. പക്ഷേ ആ സമയത്ത് എന്തുണ്ട്, സീയിലുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പകൽ മുഴുവൻ ഇങ്ങനെ കൊള്ളല്ല, അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ ചൂട് പിടിച്ച് ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ സീ സർഫസിന് മുകളിലുള്ള എയർ ഹീറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് റൈസ് ചെയ്ത് പോകും. ആ സമയത്ത് ലാൻഡിന് മുകളിലുള്ള തണുത്ത കാറ്റ് എന്ത് ചെയ്യും, സീയിലോട്ട് വീശും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുക.
അതായത് രണ്ടും ഒന്നിനോട് ഓപ്പോസിറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് ഒരു ബ്ലാക്ക് ബോഡി എന്താണെന്നാണ്. ഇപ്പോൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഐഡിയൽ ബോഡി വിച്ച് എമിറ്റ് ആൻഡ് അബ്സോർബ് റേഡിയേഷൻസ് ഓഫ് ഓൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, ഏത് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, അതിനൊക്കെ അബ്സോർബ് ചെയ്യാനും അതുപോലെ എമിറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ഐഡിയൽ ബോഡീനെ നമ്മൾ എന്ത് വിളിക്കുക? ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുക. ഈ ബ്ലാക്ക് ബോഡി പുറത്തുവിടുന്ന റേഡിയേഷനെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്നും വിളിക്കും. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എൻ ഐഡിയൽ ബോഡി ദാറ്റ് അബ്സോർബ്സ് ആസ് വെൽ ആസ് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് ഓൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഓൾ ഫ്രീക്വൻസി. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് പറയാനുള്ളതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഫ്രം എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. അതായത് ഒരു ബോഡിയിൽ നിന്ന് ഹീറ്റ് പോകുന്നുണ്ട്, അതെന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവരുടെ ഇടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഈ ഇക്വേഷനിൽ ഈ നെഗറ്റീവ് സൈൻ നോക്കിയാൽ നമുക്ക് കാണാം. അത് എന്താ സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ ലോസ് ഓഫ് ഹീറ്റ് അല്ലേ, അതായത് ഹീറ്റ് കുറഞ്ഞു വരിക, അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത്. അതായത് -dQ/dt = K × T2 - T1. ഒരു ബോഡിയിൽ നിന്നുള്ള ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്.